ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല, പക്ഷേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിനെ വളരെ തേർഡ് റേറ്റ് PR PR അല്ലേ, ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ്. ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടേതാണ് ഞാനിതിലിപ്പോഴും പറയണത്. എന്നെ സംബന്ധിച്ച് ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എനിക്കറിയാം ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമയായിട്ടാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ മലയാള സിനിമകൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല. എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സ്ട്രഗിൾസ് ഉണ്ടാവും. എൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നു. നിന്ന് സുഹൃത്തുക്കളില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല. എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല, വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം, FFKയിൽ വിളിക്കാം, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം. ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച്. ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ്. എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയടിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് ലോബിയില്ല, എനിക്ക് ഗോഡ് ഫാദറില്ല, ഒന്നുമില്ല. ഞാൻ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് അംബീഷ്യസ് ആണ്. എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ്. ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല. എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു അരുൺ. ഇത് അരുണാണ്, ഞാൻ ജസ്റ്റ് പറയാം. എത്ര വർഷമായി? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ നായർ. അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങളെപ്പോലെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റാണ്. നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും. എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാത എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ടാണോ? മനസ്സിലായോ? എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല. എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആവശ്യപ്പെടും. ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ്.